Good morning to all. രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സാറ് ഇന്ന് കടക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചതായിരുന്നു. ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ 50 മുതൽ 90 വരെ. അവിടെ കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല, വിരസത ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അതിൻ്റെ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരു രാജ്യം പടുത്തുയർത്തുക എന്നതായിരുന്നു നെഹ്റുവിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയെ മാതൃകയാക്കിക്കൊണ്ട് ഉള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ് നാം തുടങ്ങാൻ തീരുമാനിച്ചത്, ഇന്ത്യ തുടങ്ങാൻ തീരുമാനിച്ചത്. അതിനുവേണ്ടി നെഹ്റു കൊണ്ടുവന്ന നയങ്ങളും ഭരണഘടനയിലെ നിർദ്ദേശങ്ങളുമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നോക്കുക, ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നൊരു പ്രധാനപ്പെട്ട വാക്കുകളാണ്. നോക്കുക, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1948. ഒരു പുതിയ അറിവാണ് കുട്ടി. വ്യവസായ നയ പ്രമേയം, മലയാളം പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി, വ്യവസായ നയം, റെസൊല്യൂഷൻ, പുതിയ വാക്ക, പ്രമേയം പാസ്സാക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലേ. പ്രമേയം പാസ്സാക്കുക, അവിശ്വാസ പ്രമേയം. പ്രമേയം പത്രത്തിൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ് റെസൊല്യൂഷൻ, തീരുമാനം അല്ലെങ്കിൽ പ്രമേയം. അപ്പോൾ 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൂടാതെ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ നിർദ്ദേശകങ്ങൾ, ഇത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കി. These two will reflect the mixed economy. മിശ്ര സമ്പത്ത് വ്യവസ്ഥയാണ് നാം പിന്തുടരുന്നത്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ? ഞാൻ കുട്ടിക്ക് അറിയാം. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് നീങ്ങുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നു. ആ മിശ്ര സമ്പത്ത് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ദീസ് ടു തിങ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1948, 1948 വ്യവസായ നയ പ്രമേയവും, ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ബോർഡിലുണ്ട്, പഠിച്ചിട്ടുള്ള വാക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പുതിയ വാക്കാണ്. ഡയറക്ഷൻ കൊടുക്കുക എന്ന് പറയും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശകങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിർദ്ദേശകങ്ങൾ. ഇത് ഏതിനെ പ്രതിഫലിക്കുന്നതാണ് എന്ന് നെഹ്റു മനസ്സിലായി, എന്ന് ആര് പൂർവീകർ മനസ്സിലാക്കി? മിക്സ്ഡ് ഇക്കോണമിയെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഒരു നയം രൂപീകരിക്കാൻ, ഈ രണ്ട് വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു നയം രൂപീകരിക്കാൻ, മിക്സ്ഡ് ഇക്കോണമി, മിശ്ര സമ്പത്ത് വ്യവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഈ സംവിധാനത്തിൽ, എന്നാണ് അർത്ഥം, മിക്സഡ് ഇക്കോണമിയെ അധിഷ്ഠിതമായ മിശ്ര സമ്പത്ത് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് പറയണ്ടല്ലോ, ഇനി വ്യവസായ
നയപ്രമേയവും ഭരണഘടനയിലെ നിർദ്ദേശകങ്ങളും അങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നയം, ഒരു പോളിസി ഓറിയൻറ്റേഷൻ. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് പോളിസി ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ ക്ലാസ്സൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നു നിങ്ങൾക്ക് സ്കൂളിൽ. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൗമാരപ്രായക്കാർക്കുള്ള ക്ലാസ്സുകളൊക്കെ തരും സ്കൂളിൽ. ഓറിയൻറ്റേഷൻ ക്ലാസ്, കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കുന്നു, തടസ്സം കേട്ടുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്. ജോബ് ഓറിയൻറ്റേഷൻ ക്ലാസ്, തൊഴിലാക്കാക്കിൽ അധിഷ്ഠിതമായ കോഴ്സ്, IT, പോളിടെക്നിക്കൊക്കെ അതിലാണ്. നിങ്ങൾ ചിലർ അതിനകത്തും പഠിക്കാൻ ആഗ്രഹം കാണിച്ചിട്ടുള്ളവരും കാണിക്കുന്നുണ്ടാകും. ജോബ് ഓറിയൻറ്റഡ് എന്ന് പറയും. തൊഴിൽ അധിഷ്ഠിത കോഴ്സുകൾ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതും അതിനകത്ത് വിടുന്നതാണ്. IT പോവുക, പോളിടെക്നിക്കിന് പോവുക എന്നൊക്കെ പറയുന്നത് തൊഴിലധിഷ്ഠമാണ്. അപ്പോൾ ജോബ് ഓറിയൻറ്റഡ്, പോളിസി ഓറിയൻറ്റഡ്. അപ്പം മിക്സഡ് ഇക്കോണമിയുടെ ഗുണവശങ്ങൾ ശരിക്കും പ്രതിഫലിക്കുന്ന തരത്തിൽ, എന്തിനു വേണ്ടിയാ? സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അത് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള നയങ്ങളും നിർദ്ദേശങ്ങളുമാണ് അക്കാലത്ത് പിന്തുടരാൻ ഇന്ത്യ മഹാരാജ്യം തീരുമാനിച്ചത്. Thus, planning commission was started. അടുത്ത സ്കോർ പ്ലാനിംഗ് കമ്മീഷൻ. ബോർഡിൽ കിടപ്പുണ്ട് പ്ലാനിംഗ് ആസൂത്രണ കമ്മീഷൻ. COMMISSION കമ്മീഷൻ. പ്ലാനിംഗ് PLANNING. പ്ലാനിംഗ് ആസൂത്രണം, പദ്ധതി ആസൂത്രണം, എല്ലാവരും കേട്ട വാക്കാണ് പദ്ധതി ആസൂത്രണം. എ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സ്റ്റാർട്ടഡ് 1950. 1950. അതായത് കറക്റ്റ് അതിൻ്റെ ഡേറ്റ് പറയുകയാണെങ്കിൽ 15 മാർച്ച് 1950 എന്നാണ് പറയുന്നത്. 1950 മാർച്ച് 15 ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു നയരൂപീകരണം ഒക്കെ പറഞ്ഞല്ലോ. ആ പോയിന്റ് നിങ്ങളെ മനസ്സിൽ വരിക. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായ അതിൻ്റെ ഗുണങ്ങൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി. അതെന്തുകൊണ്ടും നല്ലതാണ്. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് പോയാലുള്ള ഗുണമെന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, സമഗ്ര സാമ്പത്തിക വികസനം കൈവരിക്കാമെന്ന നെഹ്റുവിൻ്റെ ആശയം. ഈ രാജ്യത്ത് സയൻസ് അടിസ്ഥാന വികസനം ഉണ്ടാകണം, എല്ലാ മേഖലകളിലും വികസനം ഉണ്ടാകണം. അതിന് മിശ്ര സമ്പത്ത് വ്യവസ്ഥ ആ ആശയങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വളർച്ച. അതിനുവേണ്ടി we started, Government of India started or set up a planning commission on 15th March 1950. 1950 മാർച്ച് 15 ഒരു പ്ലാനിംഗ് കമ്മീഷന് രൂപം കൊടുത്തു ഇന്ത്യയിൽ. ദെൻ പ്രൈം മിനിസ്റ്റർ will be the ex officio chairman of this commission. ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനായി കാലാകാലങ്ങളിലെ പ്രധാനമന്ത്രിമാർ നിയമിക്കപ്പെടും. ഇപ്പോഴും പ്ലാനിംഗ് പഞ്ചവത്സര പദ്ധതിക്ക് പകരം പഠിപ്പിക്കും. അടുത്ത ഈ ക്ലാസ്സിൻ്റെ അവസാനമൊക്കെ, ഈ ചാപ്റ്ററിൻ്റെ അവസാനമൊക്കെ നമുക്ക് അടുത്തതിലൊക്കെ പഠിക്കാം. അതിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ പുതിയ പദ്ധതി, പഞ്ചവത്സര പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി കൊണ്ടു, നീതി ആയോഗ്. അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ 1950 കൈക്കൊണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഒരു സ്കോറാണ്. പ്രൈം മിനിസ്റ്റർ വിൽ ബി ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ.
അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പദ്ധതി ആസൂത്രണ കമ്മീഷൻ ഇവിടെ ഉടലെടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള സോവിയറ്റ് യൂണിയൻ്റെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുക്കാൻ തയ്യാറായി. ഇന്ത്യ 50-ന് ശേഷം, 50-ന് പ്രത്യേകത അറിയാം, റിപ്പബ്ലിക്കായി ഇന്ത്യ, നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രമായി. അന്ന് റിപ്പബ്ലിക് ഡേ. ഇനി ഞാൻ പറയാൻ പോകുന്നത് അടുത്തൊരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു പോയിന്റിലേക്ക് പോകാൻ പോവുകയാണ് സാറ്. ബോർഡ് ഞാൻ ക്ലീൻ ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും, പോരാക്കുറവ് നോട്ടിലുണ്ടാവും. ഞാൻ എന്താ പറയാൻ പോകുന്നത്, അടുത്ത 5-year പ്ലാൻസ്. എന്താണ് ഈ പഞ്ചവത്സര പദ്ധതികൾ? 8ാം ക്ലാസ് മുതൽ കേട്ടുവരുന്നു, പഠിച്ചു വരുന്ന കാര്യമാണ് പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻസ്. 5 വർഷം കൂടുമ്പോഴും 5 വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾ എന്നർത്ഥം. 5-year പ്ലാൻസ്. 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതിയെ 5-year പ്ലാൻസ് എന്ന് നമുക്ക് പറയാം. ഇത് ആരുടെ പാത പിന്തുടർന്നുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ്റെ തുടക്കം കുറിച്ചത് ആദ്യത്തെ ഗവൺമെൻറ്റാണ് ഇന്ത്യയിലാണ്. അപ്പോൾ ആദ്യത്തെ പഞ്ചവത്സര, 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയണോ? ഒരു വർഷത്തിൽ നമ്മൾ നമ്മുടെ വിഭവങ്ങൾ ഏതെല്ലാം തരത്തിൽ വിനിയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വളർച്ച കൈവരിക്കണം. അങ്ങനെ 5 വർഷത്തേക്ക് വേണ്ടുന്ന വിഭവങ്ങൾ, അതിൻ്റെ വരുമാന സ്രോതസ്സ്, വിഭവ സ്രോതസ്സ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് എവിടെയൊക്കെ ഏതെല്ലാം മേഖലകളിലാണ് വികസനം ഉണ്ടായി ഈ രാജ്യത്തിന് വളർച്ച കൈവരിക്കേണ്ടത്, ദാറ്റ്സ് ആൾ. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളടക്കം അത്രയാണ്. നമ്മൾ 12 പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 13-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നാം ഇപ്പോൾ. 14-ൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ച് വരുന്നു. 17 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ പൂർത്തിയാക്കി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? പഞ്ചവത്സര പദ്ധതി ഈ രാജ്യത്ത് ഏതെല്ലാം മേഖലകളിലാണ് വികസനം ഉണ്ടാകേണ്ടത്, അതിന് വേണ്ടുന്ന ധനമാർഗം, അതിൻ്റെ വിഭവ മാർഗം, സ്രോതസ്സ്, അത് ഏത് തരത്തിൽ കണ്ടെത്താം, ഏതെല്ലാം റോഡുകളും തോടുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും കലുങ്കുകളും വ്യവസായശാലകളും തുടങ്ങാം എന്നിങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കൽ, ദാറ്റ്സ് പ്ലാനിങ്, ആസൂത്രണം. അത് ഓരോ 5 വർഷത്തിലും നടപ്പാക്കുന്നതിന് പറയുന്ന പേരാണ് 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ. 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന, നടപ്പാക്കുന്ന പദ്ധതികൾ. See, the first plan, അങ്ങനെ നോക്കിയാൽ ഇന്ത്യയുടെ 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1 April 1952 31 March 1956. നോക്ക് 5 വർഷമായല്ലോ. ഇന്ത്യയുടെ 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1950 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയുള്ള കാലയളവ്, 5 years.
5 വർഷം. നോക്കൂ, ശരി തന്നെയെന്നു. ദ ഫസ്റ്റ് പ്ലാൻ പീരീഡ് വാസ് ദിസ്. ഇന്ത്യയുടെ ഒന്നാം പദ്ധതി കാലയളവ് ഇതായിരുന്നു. ചെറു ക്ലാസ്സിൽ പഠിച്ചതെന്ന് ഞാനിപ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഏത് മേഖലയ്ക്കെന്ന് പഠിച്ചിട്ടുണ്ട്? കൃഷി. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. പഠിച്ചതല്ലേ? വാസ് ആൻ അഗ്രേറിയൻ ഇക്കോണമി. ഒരു കാർഷിക സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഉടമയായിരുന്നു ഈ രാജ്യം. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഓരോ പഞ്ചവത്സര പദ്ധതിക്കും അതിൻ്റെ ലക്ഷ്യങ്ങളും മുൻഗണനകളും നിശ്ചയിക്കും. ഈച്ച് 5-year plan has different aims, targets or priorities, അല്ലേ? ഗോൾസ്, ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, ടാർഗറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പം അത്തരത്തിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. നോക്കുക, ഒന്നാം പഞ്ചവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത ഏതിന്? ഏറ്റവും പ്രധാന മുൻഗണന കൊടുത്ത ഏതിനാണ്? കൃഷിക്കായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മുൻഗണന പ്രയോറിറ്റി വാക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയുക, പ്രയോറിറ്റി മുൻഗണന, പ്രയോറിറ്റീസ് വ്യത്യസ്തമായിരിക്കും ഓരോ പഞ്ചവത്സര പദ്ധതിക്കും. ടാർഗറ്റും വ്യത്യസ്തമായിരിക്കും. എയിംസ്, ലക്ഷ്യങ്ങളും വ്യത്യസ്തമായിരിക്കും. എന്നാൽ എല്ലാ പഞ്ചവത്സര പദ്ധതികളെയും പരമമായ ലക്ഷ്യം ഈ രാജ്യത്തിൻ്റെ സമഗ്ര വികസനമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സമഗ്ര വികസനമാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവെന്ന് പറയുന്നത് 1950 ഏപ്രിൽ 1 ആരംഭിച്ച് 1956 മാർച്ച് 31 അവസാനിച്ചു. ഇവിടെ നിങ്ങൾക്കറിയാവുന്ന 2 കാര്യങ്ങളിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഒന്ന്, ഒരു രാജ്യത്തെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ അവിടെയുണ്ട്, മാർച്ച് 31 വരെ ആയിരിക്കും. ഇപ്പോഴുവരെ അതാ. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല. കലണ്ടർ ഇയറിൽ പോകുന്ന രാജ്യങ്ങളും ഉണ്ട്. എന്ന് പറഞ്ഞാലോ, ജനുവരി ടു ഡിസംബർ 12 മാസമാവുന്നല്ലോ. ജനുവരി 1 മുതൽ ഡിസംബർ 31. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 31 പ്രത്യേകത കൊണ്ട് എല്ലാവർക്കും അറിയാം. ഞങ്ങളങ്ങ് വളരെയധികം ആഘോഷിക്കുന്ന, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ദിവസമാണ്, ഒരു മാസമാണ് ഡിസംബർ 1, ഡിസംബർ 31. എല്ലാം ഒരു വർഷത്തെ അവസാനിപ്പിച്ച് പുതുവർഷത്തെ നേരിടുന്നു. യൂറോപ്യൻസ്, ബ്രിട്ടീഷുകാരൻ ഇവിടെ ഭരിച്ചിട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സംഭാവനയാണ്. അല്ലെങ്കിൽ നമുക്കെന്തോ ക്രിസ്മസ്, അല്ലെങ്കിൽ എന്താ നമുക്ക് ന്യൂ ഇയർ, ക്രിസ്മസ് ഉണ്ടല്ലോ, ന്യൂ ഇയർ എന്താ, എല്ലാ ക്രിസ്മസും എല്ലാം അവരുകൊണ്ട് തന്നതാ. ന്യൂ ഇയർ ഏറ്റവും ലോകരാഷ്ട്രങ്ങളെല്ലാം, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവധിയാണ്. ഇവിടെയാണെങ്കിലോ അന്ന് പ്രവൃത്തി ദിനമാണ്. ന്യൂ ഇയർ അവധിയില്ല. ഡിസംബർ 31 ഏകദേശം അവധിയൊന്നുമല്ല. അത് മിക്കവാറുമൊക്കെ ഞായറാഴ്ച വരെയാണെങ്കിൽ അങ്ങനെ അതേ തരത്തിലാകാം. അപ്പം ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ ഇയർ എക്കണോമിക്സുകാരൻ ഫിനാൻഷ്യൽ, ഞങ്ങളുടെ എഴുതുന്ന സാമ്പത്തിക വർഷം, ധനകാര്യ വർഷം എന്നൊക്കെ പറയും. ഫിനാൻഷ്യൽ ഇയർ ധനകാര്യ വർഷം, സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരിക്കും. ഇതായിരുന്നു നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഈച്ച് പ്ലാൻ പ്രപ്പോസ്ഡ് or in each 5 plan has different targets,
എയിംസ് ആൻഡ് പ്രിയോറിറ്റീസ്, ലക്ഷ്യങ്ങളും മുൻഗണനകളുമൊക്കെ ഓരോ പഞ്ചവത്സര പദ്ധതിക്ക് വ്യത്യസ്തമായിരുന്നു എന്നർത്ഥം. എന്നാൽ ഈ പഞ്ചവത്സര പദ്ധതികളിലൂടെ ലക്ഷ്യമിട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ചോദ്യം നമ്മുടെ സ്റ്റോക്ക് ക്വസ്റ്റ്യനാ. എന്താണ്? വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5 പ്ലാൻസ് ഇൻ ഇന്ത്യ? ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ചോദ്യം ഉറപ്പാണ് പരീക്ഷയ്ക്ക്. വാട്ട് ആർ ദ മെയിൻ ഗോൾസ് ഓഫ്, ഗോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോള് ലക്ഷ്യം, ടാർഗറ്റ്. ആ ഗോൾ മുഖത്ത് ആ പോസ്റ്റിൽ അതിനകത്ത് കൊണ്ട് അടിച്ചിരുമ്പോൾ ഗോൾ, അതാണ് ഗോൾ. എന്താ ഫുട്ബോൾ കളിക്കാരൻ അവരുടെ ലക്ഷ്യം എന്താ? ആ 2 പോസ്റ്റിനകത്തുമുള്ള നെറ്റിൽ അതിനകത്ത് ബാൾ കയറണം, ദെൻ ഗോൾ. വിളിക്കൂല നമ്മൾ ആരവത്തോടി ഗോൾ മീൻസ് അതാണ് ലക്ഷ്യം, കളിക്കാരൻ്റെ ലക്ഷ്യം. ഇരു കൂട്ടരുടെയും. അല്ല കളിയിൽ കാലടിച്ചൊടിക്കുക, ഫൗൾ കാണിക്കുന്നു അല്ല ലക്ഷ്യം. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? 4 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്ത് പോകേണ്ടത്. ഏതൊക്കെയാണ്? ഗ്രോത്ത് പോയിന്റ്, ഓരോന്നായിട്ട് വിശകലനം ചെയ്യേണ്ടി വരും. ഗ്രോത്ത്, രണ്ടാമത്തത് മോഡേണൈസേഷൻ, 3 സെൽഫ് റിലയൻസ്, 4 ഇക്വാളിറ്റി ഓർ ഇക്വിറ്റി. പോയിന്റ് എല്ലാവരും പഠിക്കണം. These are the main goals of 5-year plans in India. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ലക്ഷ്യമിട്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം? 1 ഗ്രോത്ത്സ്, 2 മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, നവീകരണം, ആധുനികവൽക്കരണം, മോഡേൺ ആകുക. നമുക്കെല്ലാവരും ആഗ്രഹം മോഡേൺ യുഗത്തിൽ ജീവിക്കുന്നവരാണ് നാം. മോഡേണൈസേഷൻ. 3ാമത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കണ്ട എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി, ഇവിടുത്തെ രാജ്യത്തെ നേതാക്കന്മാർ, രാഷ്ട്രപതി തുടങ്ങിയ എല്ലാ പ്രമുഖരും ഉച്ചരിക്കുന്ന വാക്കാണ് സെൽഫ് റിലയൻസ്, സ്വാശ്രയം. സ്വന്തം കാലിൽ നിൽക്കുക എന്ന് മലയാളം. സ്വാശ്രയം, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പോവുക. സ്വാശ്രയ ജീവിതം കേട്ടുണ്ടാവും നിങ്ങൾ. സ്വാശ്രയം. ആൻഡ് ഇക്വിറ്റി, EQUITY, ഇക്വിറ്റി മീൻസ് ഇക്വാളിറ്റി, സമത്വം, തുല്യത. കറക്റ്റ് മലയാളമാണ് തുല്യത, ഇക്വാളിറ്റി. അപ്പോൾ ഞാൻ എന്താ ഇന്ന് പറയുന്നത്? എന്താണ് 5-year പ്ലാൻസ് എന്ന് ഞാൻ കൊണ്ടുവന്നു, അതിനൊന്ന് പരിചയപ്പെടുത്തി. ആ 5-year പ്ലാൻസ് 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ കാലയളവ് പറഞ്ഞു. എന്നിട്ട് ഓരോ പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യമിടുന്നത് വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും നമ്മൾ പ്രധാനമായും ആ ലക്ഷ്യങ്ങളെ നമ്മൾ 4ആയി തിരിച്ചു. അതാണ് കാതലായ പോയിന്റ്. ഗ്രോത്ത്, വളർച്ച, സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത് പോയിന്റ് 1. 2 മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. 3 സെൽഫ് റിലയൻസ്, സ്പെല്ലിംഗ് കൊണ്ട് RELIANC, റിലയൻസ്. ആൻഡ് ഇക്വിറ്റി, തുല്യത. അപ്പോൾ ചോദ്യം ഞാൻ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒരു വക തിരിച്ച് വിടുകയാണ്, ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോവുകയാണ്. ചോദ്യം എന്താന്ന് പറഞ്ഞ്
ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികളാണ് 5 year plans. സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ പദ്ധതി എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നത് ആയതുകൊണ്ട് അവയെ 5 year plans എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്, ദീസ് മോഡൽ അഡോപ്റ്റഡ് ടു ദ ബോറോഡ് ഫ്രം സോവിയറ്റ് യൂണിയൻ. ഈ മാതൃക നമ്മൾ ആരെയും നിന്ന് അവലംബിച്ചതാണ്, സ്വീകരിച്ചതാണ്? സോവിയറ്റ് യൂണിയൻ അവലംബിച്ചതാണ്, കടമെടുത്താണ്. ബോറോ, ഒരു വാക്കിനകത്ത് പറയുന്നുണ്ട് ബോറോഡ്. സോ ഐ ടോൾഡ് യു ദാറ്റ്, ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, വി ബോറോഡ് ഓർ അഡോപ്റ്റഡ്, നമ്മൾ സ്വീകരിച്ചു അല്ലെ കടം മേടിച്ചു. ആരുടേത് മാതൃക? സോവിയറ്റ് യൂണിയൻ്റെ മാതൃക. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കി വരുന്ന പഞ്ചവത്സര പദ്ധതികൾ. We borrowed a plan model from Soviet Union. സോവിയറ്റ് യൂണിയൻ്റെ ഒരു മോഡലാണ് നാം കടമെടുത്തത്. അത് ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. പ്ലാൻ, ഷോർട്ട് ടേം പ്ലാൻ, ഹ്രസ്വകാല പദ്ധതി ടേം, ലോങ് ടേം ദീർഘകാല പദ്ധതി. അതിന് വേറൊരു വാക്ക് പറയും, ഇത് അറിയണം നിങ്ങൾ, പെർസ്പെക്റ്റീവ് പ്ലാൻ. എല്ലാവരും അറിയണ ഈ വാക്ക്, പെർസ്പെക്റ്റീവ്. സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ എപ്പോഴും ഉപയോഗിച്ച് കാണുന്ന ഒരു വാക്കാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, പ്ലാൻ ഹ്രസ്വകാല അളവിലേക്കും ഉണ്ട്, ചെറിയ പീരീഡിലേക്കും ഉണ്ട്, ദീർഘകാലത്തേക്കും ഉണ്ട്. ദീർഘകാലത്തേക്കുള്ള പ്ലാൻ ഒരു പേരൂടെ പറയും, വേറൊരു പേരിൽ അറിയപ്പെടും. അതറിയുക, എന്താ? പെർസ്പെക്റ്റീവ് പ്ലാൻ. സോ ലോങ് ടേം പ്ലാൻ ഈസ് കാൾഡ് ഡാഷ് സ്കോറ. ലോങ് ടേം പ്ലാൻ പറയുന്നതാണ് പെർസ്പെക്റ്റീവ് പ്ലാൻ. സ്പെല്ലിങ് PERSPECTIVE, പെർസ്പെക്റ്റീവ്. ദീർഘകാലത്തേക്കുള്ള പദ്ധതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്കോറിലേക്ക് സാർ വീണ്ടും നിങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടുന്നു. The architect of Indian planning was Professor P.C. Mahalanobis. നിങ്ങൾക്കൊരു സ്കോറാണ് പരീക്ഷയ്ക്കുള്ള. The architects architects P.C. Mahalanobis. Statistician. സ്ഥിതിവിവര ശാസ്ത്രജ്ഞനായിരുന്ന P.C. മഹാലനോബിസ് ആയിരുന്നു ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി. പോയിൻ്റാണ്. ദ ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്നു, ആർക്കിടെക്ചർ പഠിക്കാൻ പോകുന്നു പറയും. ശില്പി എന്നർത്ഥമേ ഉള്ളൂ, ശില്പി. ഈ നമ്മളെ പ്ലാനിങ് മോഡലിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ പോയിൻ്റ് അങ്ങനെ തന്നെയാണ്. P.C. മഹാലനോബിസ്. പോയിൻ്റ് പഠിക്കുക, പേരോർത്ത് വയ്ക്കുക, ഒരു മാർക്ക്. ഇയാൾ ആരാ? എ ഫേമസ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട് ഒരു ഭാഗം. സ്ഥിതിവിവരശാസ്ത്രം. സ്ഥിതിവിവരശാസ്ത്രജ്ഞൻ ആയിരുന്ന പ്രൊഫസർ P.C. മഹാലനോബിസ്
ആണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ ആസൂത്രണത്തിൻ്റെ മുഖ്യ ശില്പി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് മെയിൻ ഗോൾസിലേക്ക് കടക്കാം. വാട്ട് ആർ ദ മെയിൻ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഇൻ ഇന്ത്യ എന്ന ചോദ്യത്തിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകളിലേക്ക് കടക്കാം, മീൻസ് ലക്ഷ്യങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് സാർ. ഒന്നാമത്തേലേക്ക് കടക്കുന്നു. ഗ്രോത്ത് വളർച്ച, മീൻസ് എക്കണോമിക് ഗ്രോത്ത്. അണ്ട ഒന്നാമത്തെ പോയിന്റ്. സാമ്പത്തിക വളർച്ച ആണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ അതിലുടനീളം ലക്ഷ്യമിട്ടത്. പോയിൻ്റാണ് എക്കണോമിക് ഗ്രോത്ത്. അപ്പം നമുക്ക് പറയാം, the most important goal or the most important objective plan, 5-year plans in India is എന്താ? economic growth. നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച. മലയാളം ശ്രദ്ധിക്കുക, വളർച്ച അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച. അപ്പോൾ ഈ സാമ്പത്തിക വളർച്ച എന്തെന്ന് സാറ് പരിചയപ്പെടുത്തണം. കേട്ടിട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾ, പക്ഷെ കൃത്യമായി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആശയം മനസ്സിൽ ഒരു വാചകം എഴുതുന്ന രൂപത്തിലായിട്ടില്ല. അതൊക്കെ പഠിക്കുന്നതാണ് +1 മുതൽ. നോക്കുക, it's a process whereby the real national and per capita income increases over a long period of time, over a period of time. നോക്കുക, ദീർഘകാലമായി തുടർച്ചയായി, കണ്ടിന്യൂസ്ലി എന്ന വാക്യം പറയുന്നു, തുടർച്ചയായി ഒരു രാജ്യത്ത് ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയയെ എന്തു പറയാം? സാമ്പത്തിക വളർച്ചയെന്ന് നമുക്ക് പറയാം. ഒരു രാജ്യം വളരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഇതാ: ആ രാജ്യത്തെ ജനങ്ങളുടെ ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം, അതുവഴി ദേശീയ വരുമാനം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക വളർച്ചയുള്ള രാജ്യമെന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇറ്റ് ഈസ് എ പ്രോസസ്. അതൊരു പ്രക്രിയയാണ്. നിന്ന നിലയിൽ വളരില്ല. നിങ്ങൾക്കറിയാം, നമ്മളെ വളർച്ച, ഒരു മനുഷ്യൻ്റെ വളർച്ച, ഞാൻ ഇങ്ങനെ ആയത് എത്രയോ വർഷം പിന്നിട്ടിട്ടാണ് ഇങ്ങനെ ആയത്. വളർച്ച ഇറ്റ് ടേക്സ് മോർ ടൈം, അത് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഈ കാലങ്ങളായി, ദീർഘകാലങ്ങളായി, വർഷങ്ങളായി രാജ്യത്തെ ദേശീയ വരുമാനം ക്ലാസ്സിൽ തന്നു. ഫസ്റ്റ് ചാപ്റ്ററിൽ പെർ ക്യാപിറ്റ ഇൻകം തന്നു കഴിഞ്ഞു. ആളോഹരി വരുമല്ലേ, പ്രതിശീർഷ വരുമാനവും ദേശീയ വരുമാനവും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നു. നോക്കുക, ഒരു കാലത്ത് ചരിത്രം നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞാൻ ഉദാഹരണമായിട്ടൊക്കെ പറയുന്നു, സാമ്പത്തിക വളർച്ച പഠിപ്പിക്കുമ്പോൾ ലൂയി 14 വേഴ്സായി കൊട്ടാരത്തിനകത്തിരുന്നു വിറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ആരാണ്?
ലൂയി 14 എന്ന് പറയേണ്ട കാര്യമില്ല, 10ാം ക്ലാസ് പഠിച്ചു വന്നേ ഉള്ളൂ ചരിത്രത്തിൽ. വേഴ്സായി ഉടമ്പടി പഠിക്കാതെ 10ാം ക്ലാസ് പാസ്സായില്ല. അത് ഞാൻ പറയുന്നില്ല. വേഴ്സായി കൊട്ടാരം, അവിടെയായിരുന്നു ഉടമ്പടി. ആ വേഴ്സായി കൊട്ടാരത്തിനകത്ത് ഇരുന്ന് വിറയ്ക്കുക. എന്തിനാ? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ലാക്ക് ഓഫ് സെൻട്രൽ ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. സെൻട്രൽ ഹീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തണുത്ത രാജ്യങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. ബ്രിട്ടനും, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ബ്രിട്ടൻ. അന്ന് എന്തുണ്ടായിരുന്നില്ല? സെൻട്രൽ ഹീറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പകരം ഫയർ പ്ലേസാണ്. ആ റൂമിനകത്ത് ഒരു ഫയർ പ്ലേസാണ്. ഇന്നങ്ങനെയാണോ? നിങ്ങൾക്കറിയാലോ. എല്ലാ വീടും യൂറോപ്യൻ രാജ്യങ്ങളിൽ സെൻട്രൽ ഹീറ്റിംഗ് ആണ്. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കഠിനമായ ചൂട് സമയത്ത് നമുക്ക് തന്ന രക്ഷ എന്താണ്? എ സിയാണ്. ശരിയാണല്ലോ. എ സിക്കകത്ത് കയറിയിരിക്കുക, എ സി ബസ്സിൽ യാത്ര ചെയ്യുക, വീട്ടിൽ എ സി വയ്ക്കുക. യൂറോപ്യൻ രാജ്യത്ത് അവർക്കതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സീസണിൽ അവരെവിടെ വരുന്നത്? ഇവിടെ കോവളത്തും പാവനാശത്തും വന്ന് അവർ നല്ല വെയിൽ 1 മണി സമയത്തൊക്കെ അവർ ബീച്ചിൽ കിടക്കുന്ന അത് അക്കാരണത്താലാണ്. നേരിട്ട് സൂര്യപ്രകാശം അവർക്ക് കിട്ടുക, വളരെ സന്തോഷം. നമുക്കൊത്തിരി നല്ല ചൂട് സമയത്ത്, നല്ല വേനലുള്ള സമയത്ത് ചൂട് ആവുന്ന രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെയെങ്കിലും പോയി കയറിയിരിക്കുന്നു. എന്താ? എ സി ഉള്ളിടത്തോ പാകത്തോ കാറ്റ് കിട്ടുന്നിടത്തോ. ശരിയല്ലേ? അതേപോലെ അന്നത്തെ രാജാക്കന്മാർക്കൊരു യാത്ര നടത്തണമെങ്കിൽ, ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ അവർ മണിക്കൂറുകളോളം കുതിര വണ്ടിയിൽ അൺകംഫർട്ടബിൾ ജേർണി എന്നാന്ന് വിശേഷിപ്പിച്ചു. സുഖകരമല്ലാത്ത ഹമ്പെന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. ആടി ഉലഞ്ഞ് 4 ദിവസമൊക്കെ എടുക്കേണ്ടി വന്നു 8 കിലോമീറ്റർ അന്ന് യാത്ര ചെയ്യുന്നതിന്. മീൻസ് ദർ വാസ് നോ ഇക്കണോമിക് ഗ്രോത്ത്സ്. ഇന്ന് സാറ് പറയുന്ന ഇതാ, അന്ന് സാമ്പത്തിക വളർച്ച രാജ്യത്തുണ്ടായിരുന്നില്ല. ഇനി കൂടുതലൊന്നും പറയണ്ടല്ലോ. ഉദാഹരണം, ഇന്ന് അങ്ങനെയാണോ? രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മണിക്കൂറുകൾക്കകം യൂറോപ്പിൽ ഏത് രാജ്യത്തെത്താം, ഗൾഫിലെത്താം, 1 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരെത്താം, 2 മണിക്കൂർ കൊണ്ട് ഡൽഹിയിലെത്താം, മുംബൈയിലെത്താം. എന്ത് സംവിധാനം! ഇത് വളർച്ച. ഇനി സാമ്പത്തിക വളർച്ച എന്ന് കേട്ടാൽ കുട്ടിക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. ഇല്ല. ഇതാണ് വളർച്ച. അപ്പോൾ എന്താ? ഈ രാജ്യത്ത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്, ഇതാ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നു. GDP, ഗ്രോസ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെ വളർച്ച ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ വി ക്യാൻ സേ ദർ ഈസ് എൻ ഇക്കണോമിക്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ശരിയല്ലേ? ആഭ്യന്തര ഉൽപ്പാദന വളർച്ച തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇൻക്രീസസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയം വരെ ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വളർച്ച ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് GDPയുടെ വളർച്ച. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രമാതീതമായ വർധനവ് GDPയിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആ വാക്യം നേരത്തെ വരിയപ്പെടുത്തിയാണ്. ഈ വികസനത്തിനുള്ളൊരു സൂചികയാണത്. ഇൻഡിക്കേറ്റർ. ഇനി പറയേണ്ടിയില്ല, നേരത്തെ ക്ലാസ്സിൽ എന്തെന്നു? ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓർ എക്കണോമിക് ഗ്രോത്ത്സ്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞല്ലോ? GDP പറഞ്ഞല്ലോ. ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ
ആഭ്യന്തര അതിർത്തിയെ സംബന്ധിച്ചൊക്കെ സെക്കൻഡ് ഇയറിൽ വളരെ വ്യക്തമായിട്ട് കൂടി പഠിക്കണം. കാര്യം ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്ത് ആഭ്യന്തര അതിർത്തി എന്നൊക്കെ പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ അതിർത്തിയിൽ വരുന്നത് ഏതൊക്കെയാണെന്നൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാഷണൽ ഇൻകം അനാലിസിസിൽ പ്ലസ് ടു നിങ്ങൾ പോകുമ്പോഴും മാക്രോ ഇക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന അതിനകത്തൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP. തൽക്കാലം കുട്ടി ഇത്ര അറിഞ്ഞാൽ മതി. സെക്കൻഡ് ഇയറിൽ അത് തന്നെ ആധികാരികമായിട്ട് പഠിക്കണം. വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി. ഗ്രോസ് GROSS മൊത്തം ഗ്രോസ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച അല്ലേ? അല്ലെങ്കിൽ വിവിധ സെക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. എന്താ സെക്ടേഴ്സ്? നേരത്തെ പറഞ്ഞു മേഖലകൾ. വ്യത്യസ്ത മേഖലകളുടെ സംഭാവന. നമുക്ക് GDP മനസ്സിലാക്കാൻ വേറെ തരത്തിലും പറയാം. എന്താ? ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇൻ ഇക്കോണമി. ഇത് അടുത്ത പോയിലേക്ക് കിടക്കുകയാണ് സാറ്. എന്താണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്? വിവിധ മേഖലകൾ. സെക്ടേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഏതെല്ലാം മേഖല എന്ന് ചോദിച്ചാൽ പ്രൈമറി കേട്ടിട്ടുണ്ട്, അതായത് പ്രാഥമികം. സെക്കൻഡറി ദ്വിതീയം. ടേർഷ്യറി തൃതീയം. ടേർഷ്യറി പ്രൈമറി കണ്ടില്ലേ പറഞ്ഞത്? പ്രൈമറി കോണ്ടാക്ട്, സെക്കൻഡറി കോണ്ടാക്ട്. ഇപ്പോൾ ശരിക്കും മുഖ്യമന്ത്രി ഈ രാജ്യത്ത് ആരോഗ്യവകുപ്പുകാരും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൈമറി കോണ്ടാക്റ്റ് ഉണ്ടായി, അങ്ങനെ കൊറോണ പിടിപെട്ടു. സെക്കൻഡറി കോണ്ടാക്റ്റാണ് എന്ന് വെച്ചാൽ ശരിക്കും രോഗം വന്ന ഒരാളിൻ്റെ അടുത്തല്ല, അവർ കോണ്ടാക്ട് ചെയ്ത ഒരാളിന് ഞങ്ങൾ കണ്ടാൽ അത് സെക്കൻഡറി കോണ്ടാക്റ്റാണ്. ടെർഷ്യറി ഇതൊക്കെ പറയാൻ പാടാണെങ്കിൽ കൂട്ടിയൊരു കാര്യം ചെയ്യും. മലയാളത്തിൽ ഞാൻ പറയുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, ഡബിൾ എന്നുള്ള ദ്വിതീയ മേഖല, തൃതീയ മേഖല. നോട്ട്സ് വരുമ്പോൾ മലയാളത്തിൽ അതിനകത്തുണ്ടാവും. ഇതൊക്കെ എളുപ്പം ഇംഗ്ലീഷിൽ കുറിക്കുന്ന എളുപ്പമാണ്. പ്രൈമറി, സെക്കൻഡറി, അതിന് ടേർഷ്യറി. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ അതിനെ മാറ്റാം. എന്താ? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. എന്താ ഇപ്പുറത്തോട്ട് എഴുതിയാണ് അതിനാ? അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. അങ്ങനെ മേഖലകളെ നമുക്ക് 3ആയി തിരിക്കുക. അത് പോയിൻ്റാണ്. വീണ്ടും ഒരു ഇക്കോണമിയെ നമുക്ക് 3 മേഖലയെ പ്രധാനമായി തിരിക്കാം. വാട്ട് ആർ ദേ? ഒരു സമ്പത്ത് വ്യവസ്ഥയെ പ്രധാനമായി 3 മേഖലകളായി തിരിച്ചാൽ ഇങ്ങനെ വിളിക്കാം: പ്രൈമറി അഥവാ അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ, ടേർഷ്യറി അല്ലെങ്കിൽ സർവീസ് സെക്ടർ. കാർഷിക മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ വ്യാവസായിക മേഖല, ടേർഷ്യറി സർവീസ് സേവനമല്ല. ഇതെല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ വർഷം വരെയൊക്കെ പഠിച്ചു വന്നതാണ്. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ഈ വർഷം തൊട്ട് അതിനെ ഇങ്ങനെ നമ്മൾ പഠിക്കും: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി, ഓർ അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. ഇനി നമുക്ക് ഈ സമ്പത്ത് വ്യവസ്ഥയിൽ ഓരോ മേഖലകളുടെയും കോൺട്രിബ്യൂഷൻ നമുക്കൊന്ന് പരിചയപ്പെടണം. നമ്മുടെ ദേശീയ വരുമാനം ആണ് ഈ രാജ്യത്തിൻ്റെ വളർച്ച സൂചിപ്പിക്കുന്ന ഘടകമെന്ന് ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്രോത്ത്സ്. GDPയുടെ ഇൻഡിക്കേറ്ററാണ്. വളർച്ചയുടെ
അല്ലെങ്കിൽ വികസനത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ് GDP എന്ന് പറയുന്ന പോലെ. ദേശീയ വരുമാനമാണ് ഇൻഡിക്കേറ്റർ. നാഷണൽ ഇൻകം ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ദേശീയ വരുമാനത്തിൽ ഈ രാജ്യത്തെ ഓരോ മേഖലകളുടെയും കോൺട്രിബ്യൂഷൻ എത്ര എന്ന് തരംതിരിച്ച് മനസ്സിലാക്കണം കുട്ടി. ഒരു പട്ടിക തരുന്നുണ്ട്, ആ പട്ടിക ഞാൻ ചുരുക്കിയേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അത് അതേപടിയൊന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട. 50 തുടങ്ങി 13-14 വരെ ഉണ്ടായ GDPയുടെ വളർച്ച നമുക്കൊന്ന് പരിശോധിച്ചാൽ മതി. എല്ലാ വർഷത്തും നമുക്ക് നോക്കി സമയം മേനക്കെടണ്ട. നിങ്ങൾക്കൊരു ബോറിങ് തോന്നും, സാർ ആ കുറേ 50, 51 അങ്ങനെ തുടങ്ങി 13, 14 വരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറേ ചാർട്ടിൽ അതിനകത്ത് എഴുതി പിടിപ്പിക്കാനുണ്ട്. അത് ഒഴിവാക്കാം. ഞാൻ പോയിൻ്റ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഏത് ആണ് ലാസ്റ്റ് നിൽക്കുന്ന പോയിൻ്റ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ 3 മേഖലകളായി തിരിക്കാം. ആ ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിൽ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാർ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഫയർ പ്ലാന്റ്സിലേക്ക് വന്നു. ഫയർ പ്ലാന്റ്സിനെ കുറിച്ചൊരു അതിൻ്റെ ചരിത്രം ചെറുതായിട്ട് തന്നു. അതിൽ സ്കോറിങ് ഏതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 4 എണ്ണമാണ്. അതിലൊരു പോയിന്റിലാണ് സാറ് ക്ലാസ് ഇവിടെ നിൽക്കുന്നത്. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഒന്നിലധികം പ്രാവശ്യം കേൾക്കുക. വീണ്ടും ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.